ഹായ് എവരിവൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. ഇന്ന് ഞാൻ ഗാർഡനിൽ നിന്നും പറിച്ച വഴുതനങ്ങയും പാവയ്ക്കായും പച്ചമുളകും ഒക്കെ ചേർത്തുള്ള ഒരു തീയലാണ് ഓണത്തിന് വേണ്ടി ഉണ്ടാക്കുന്നത്. തീയൽ കറിക്ക് ആദ്യം ചെയ്യുന്നത് തേങ്ങ വറക്കുകയാണ്. തേങ്ങ വറക്കാൻ തുടങ്ങുന്നതിന് മുൻപ് കറിക്ക് ചേർക്കാനുള്ള പുളി കുതിർക്കുകയാണ്. അതിന് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള നല്ല പഴകിയ പുളിയാണ് എടുത്തിരിക്കുന്നത്. വാളംപുളിയാണ്, കുടംപുളിയല്ല. അതിലേക്ക് നല്ല തിളച്ച 1 കപ്പ് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് പുളി മാറ്റുകയാണ്. ഇനിയും തേങ്ങ വറക്കാൻ പോവുകയാണ്. ഇതിന് 1.5 കപ്പ് തേങ്ങ, ഫ്രഷ് തേങ്ങ ചിരണ്ടിയെടുത്തതാണ്. അത് ഫുഡ് പ്രോസസറിലിട്ട് നല്ല ഫൈൻ പൊടിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാം. ഈ ചീനച്ചട്ടിയിലാണ് തേങ്ങ വറുക്കുന്നത്. ഈ ചട്ടിയിൽ ഒട്ടും എണ്ണ ഒഴിക്കാതാണ് ഞാൻ വറുത്തെടുക്കുന്നത്. തേങ്ങ വറക്കുമ്പോൾ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും, കരിഞ്ഞു പോവുകയും ചെയ്യും. ഇതിന്റെ വെള്ളം ഒന്ന് ചെറുതായിട്ട് വറ്റി കഴിയുമ്പോൾ അതിലേക്ക് ഉള്ളിയും ബാക്കിയുള്ള സാധനങ്ങളും ചേർക്കണം. മീഡിയം ഫ്ലെയിമിലാണ് സ്റ്റൗ ഓൺ ചെയ്തിരിക്കുന്നത്. തേങ്ങ വറുക്കുന്ന റെസിപ്പി ഞാൻ 2-3 തീയൽ കറി വെച്ചപ്പോൾ അതിൽ കാണിച്ചിട്ടുണ്ട്. അത് നോക്കിയാലും നിങ്ങൾക്ക് നന്നായിട്ട്, ആദ്യമായിട്ട് തുടങ്ങുന്നവർക്കാണെങ്കിൽ പോലും തേങ്ങ വറുക്കാനായിട്ട് മനസ്സിലാവും. ഇതിന്റെ തേങ്ങയുടെ വെള്ളം വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 12 ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. ഈ ചേർത്ത് ചെറിയ ഉള്ളി നാട്ടിൽ കിട്ടുന്നത് പോലെയുള്ള ചുമല ചെറിയ ഉള്ളി പോലെ തന്നെയുള്ളതാണ്. പക്ഷെ ഇത് വെള്ള കളറാണെന്ന് മാത്രം. ഇതുപോലെ ഇരിക്കും. ഇതിന്റെ പേര് ഗോൾഡ് പേൾ ഒനിയൻ. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർക്കുകയാണ്. ഈ കറിവേപ്പില ചെറിയ തൈകൾ കിളിർത്ത് വന്നത് പറിച്ച് കളഞ്ഞപ്പോൾ അത് കളയാതിരിക്കാൻ ഞാൻ ക്ലീൻ ചെയ്തെടുത്തതാണ്. ഇത് ചേർത്താലും മതി. ഒരു 1/4 കപ്പോളം കറിവേപ്പിലയുടെ ഇലയുണ്ട്. കറിവേപ്പില ഇതുപോലെ തീയൽ വെക്കുന്നതിൽ ചേർക്കുന്നത് വളരെ രുചിയാണ്. മഞ്ഞൾപ്പൊടി തേങ്ങ ഒരുമാതിരി മൂത്ത് കഴിഞ്ഞിട്ടേ ഞാൻ ചേർക്കുന്നുള്ളൂ. കാരണം ഇത് തേങ്ങ മൂത്തോ ഇല്ലയോ ഒന്ന് മനസ്സിലാക്കാനായിട്ട് എളുപ്പമുണ്ട്. തേങ്ങ മൂത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോഴേ തീയൽ വെച്ച് കഴിഞ്ഞിട്ടുള്ള രീതിയിലുള്ള മണമാണ് വരുന്നത്. ഈ സ്റ്റൗ ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇതുപോലെ മുളക് പൊടിയും മല്ലിപ്പൊടിയും അല്ലാതെ ഹോൾ മല്ലിയും മുളകും ചേർക്കുകയാണെന്ന് വരിയിൽ മുളക് മുറിച്ച് ഈ തേങ്ങ വറക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ ചേർക്കണം. മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഇളക്കി ആ മല്ലിപ്പൊടിയുടെ മണം ഒന്ന് മാറി കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ മുളക് പൊടി ചേർത്താൽ മതി. മല്ലിപ്പൊടി നന്നായിട്ട് മൂത്ത മണം വരുന്നുണ്ട്. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ആക്കിയിട്ട് ആണ് ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നത്. ഇത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. കാരണം വഴുതനങ്ങ നമ്മൾ വേവിക്കുമ്പോൾ അതിൽ പച്ചമുളക് ആവശ്യത്തിന് ചേർക്കുന്നുണ്ട്. സ്റ്റൗ ലോ ഫ്ലെയിമിൽ ഓൺ ചെയ്തിട്ടുണ്ട്. ഇതൊരു 1-2 മിനിറ്റ് ഒന്ന് വറുത്താൽ മതി. തേങ്ങ സ്റ്റൗവിൽ നിന്നും മാറ്റുകയാണ്. പക്ഷെ ഞാൻ ഈ ചട്ടിയിൽ നിന്നും മാറ്റുന്നില്ല. ഇതിൽ തന്നെ ഇരുന്ന് നല്ല ചൂടുള്ളത് കൊണ്ട് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇതിന്റെ ചൂട് കൊണ്ട് കരിഞ്ഞു പോകും. അല്ലെങ്കിൽ ഈ തേങ്ങ ഈ വറുത്ത പാത്രത്തിൽ നിന്നും മാറ്റണം. തേങ്ങ നല്ല പാകത്തിന് വറുത്തിട്ടുണ്ട്. ഇതുപോലെ തേങ്ങ വറുത്തെടുക്കണം. തേങ്ങ വറുത്തത് തണുക്കുന്ന സമയത്ത് തീയലിനുള്ള പച്ചക്കറി അരിയാം. വഴുതനങ്ങ 1 ഇഞ്ച് നീളത്തിൽ മുറിച്ചിട്ട് ഇതുപോലെ ഒരു 1/4 ഇഞ്ച് കനത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. ഈ വഴുതനങ്ങ ഒരുപാട് മൂക്കാത്തത് കൊണ്ട് ഇതിനധികം കുരുവില്ല. കുരു ഒരുപാടുള്ളതാണെന്ന് വരിയില് ഇതുപോലെ ചിരണ്ടി കളയാം. പക്ഷെ കുരുവിരുന്നാലും കുഴപ്പമൊന്നുമില്ല. പാവയ്ക്കായും 1 ഇഞ്ച് നീളത്തിലാണ് മുറിച്ചെടുക്കുന്നത്. തീയല് നമുക്ക് പല പച്ചക്കറികൾ ചേർത്ത് ഉണ്ടാക്കാം. പക്ഷെ ഓരോന്നിനും ഒരു ഇതിന്റെയൊക്കെ പച്ചക്കറികൾ ചേർക്കുന്നതിനൊരു ചില കോമ്പിനേഷൻസ് ഉണ്ട്. പാവയ്ക്ക തന്നെ തീയൽ വെക്കുമ്പോൾ കയ്പ് കൂടുതൽ തോന്നിക്കുമെന്നുള്ളവർക്ക് വഴുതനങ്ങയും കൂടെയൊക്കെ സ്വല്പം ചേർക്കുകയാണെന്ന് വരികില് കയ്പ് കുറഞ്ഞിരിക്കും. കൂട്ടുതോരൻ എന്ന് പറയുന്നത് പോലെ തന്നെ ഇതിനും കൂട്ടുതീയലെന്നും പറയാം. ഇതില് 2 ചെറിയ ടൊമാറ്റോയും കൂടെ ചേർക്കുന്നുണ്ട്. 1 പച്ച ടൊമാറ്റോയും 1 ചെറിയ പഴുത്ത ടൊമാറ്റോയും. അതും ടൊമാറ്റോയും ഇതുപോലെ ഞാനൊരു 1 ഇഞ്ച് നീളത്തിൽ മുറിച്ചിട്ട് നീളത്തിലാണ് അരിയുന്നത്. പച്ചക്കറി ഒരേ നീളത്തിലും വലിപ്പത്തിലും
അരിയുന്നത് കൊണ്ട് നമ്മളിത് വേവിക്കുമ്പോൾ ഒരുപോലെ വെന്ത് കിട്ടും. ഇത് ഒരു ചെറിയ പഴുത്ത ടൊമാറ്റോയാണ്, പഴുത്ത് വരുന്നതേ ഉള്ളൂ. ഇങ്ങനെ രണ്ടും കൂടെ ചേർക്കുന്നത് കൊണ്ട് സ്വല്പം പുളിയും കിട്ടും, ടേസ്റ്റും നന്നായിരിക്കും. പച്ചമുളകും ഇതുപോലെ നീളത്തിൽ രണ്ടായിട്ട് പിളർന്നാണ് ഇടുന്നത്. ഇനിയും തീയൽ വെക്കാൻ തുടങ്ങുകയാണ്. സാധാരണ നാട്ടില് എൻ്റെ വീട്ടിലും തീയൽ വെക്കുമ്പോൾ എപ്പോഴും മൺചട്ടിക്കകത്താണ് വെക്കുന്നത്. ഇന്ന് സാധാരണ ഞാനും ഇവിടെ മൺചട്ടിയിലാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷെ ഇന്ന് ഞാൻ മൺചട്ടി ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഈ സ്റ്റീൽ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. സ്റ്റീൽ പാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന് വരിയിൽ നല്ല കട്ടിയുള്ള സ്റ്റീൽ പാത്രം ഉപയോഗിക്കണം. ഈ പച്ചക്കറികളെ ഒന്ന് വഴറ്റിയിട്ടാണ് ഞാൻ വേവിക്കുന്നത്. ഈ പാത്രത്തിൽ ഞാനിപ്പം എണ്ണ ഒഴിച്ചിട്ടില്ല. എണ്ണ ഒഴിക്കാതെ തന്നെ അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചിട്ട് സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. 200 ഗ്രാം വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 200 ഗ്രാം പാവയ്ക്കായും ഉണ്ട്. ഇങ്ങനെ സ്റ്റീൽ പാത്രം ഉപയോഗിക്കുമ്പോൾ അടിയിൽ പിടിക്കാൻ തുടങ്ങുന്നുണ്ടെന്ന് വരിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ഞാൻ 15 ചെറിയ ഉള്ളി നീളത്തിൽ പിളർന്ന് അരിഞ്ഞത്, 5 നല്ല എരിവുള്ള പച്ചമുളകാണ് നീളത്തിൽ പിളർന്നത്, ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റണം. അങ്ങനെ വഴറ്റി കറി വെക്കുന്നത് കൊണ്ട് തീയലിന് നല്ല രുചിയായിരിക്കും. ഇതുപോലെ വലിപ്പമുള്ള പാത്രമാണെന്ന് വരിയിൽ ഇത് ഇളക്കാൻ നമുക്ക് എളുപ്പമുണ്ട്. വഴുതനങ്ങ അരിഞ്ഞ് ഒരുപാട് സമയം വെച്ചേക്കുകയാണെന്ന് വരിയിൽ അതിൻ്റെ നിറം മാറും. പെട്ടെന്ന് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ നിറമൊന്നും മാറിപ്പോവുകയില്ല. ഇത് 1-2 മിനിറ്റ് വഴറ്റി എൻ്റെ വെള്ളം വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഒഴിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്താണ് ഇനിയും വഴറ്റുന്നത്. 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കുകയാണ്. ഒരു 4 മിനിറ്റോളം പാവയ്ക്കായും വഴുതനങ്ങയും കൂടെ വഴറ്റി ഇനി അതിലേക്ക് ഞാൻ ടൊമാറ്റോ അരിഞ്ഞത് ചേർക്കുകയാണ്. പച്ചക്കറി ഞാൻ ഒരു 7-8 മിനിറ്റ് വഴറ്റി ഇനി അതിലേക്ക് നേരത്തെ ഞാൻ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി 1 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചാണ് വേവിക്കുന്നത്. അല്ലെങ്കിൽ പുളിവെള്ളം നീട്ടിയെടുത്ത് വേണമെന്ന് വരികിലും വേവിക്കാം. ഇനി ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കണം. വഴുതനങ്ങ വേകുന്ന സമയത്ത് വറുത്ത തേങ്ങ അരച്ചെടുക്കാം. ആദ്യം ഞാൻ വെള്ളം ഒഴിക്കാതെയാണ് അരയ്ക്കാൻ തുടങ്ങുന്നത്. വെള്ളം ഒഴിക്കാതെ ഇത് നന്നായിട്ട് അരഞ്ഞു എന്ന് വരികിൽ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലൊഴിച്ച് ഒന്നും കൂടി അരച്ചെടുക്കുകയാണ്. ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് അരച്ചെടുക്കണം. അരപ്പ് ഞാൻ ചേർക്കുന്നതിന് മുൻപ് ഇതിൽ സ്വല്പം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്താണ് കറിയിലേക്ക് ചേർക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചാറ് കുറുകിയോ നീട്ടിയോ ഇരിക്കണമെന്ന് വരിയിൽ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. വഴുതനങ്ങയും പാവയ്ക്കായും നന്നായിട്ട് വെന്തു. ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കുകയാണ്. തീയൽ ഇപ്പം നല്ല കുറുകിയാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് സ്വല്പം വെള്ളം കൂടി ചേർക്കുകയാണ്. തീയല് സ്വല്പം ചൂടാക്കണം. ആ ചൂടാകുന്ന നേരത്തെ ഉപ്പോ പുളിയോ വേണമെന്ന് വരികിൽ ചേർക്കാം. ഇതിന് പുളി ആവശ്യത്തിനുണ്ട്, പക്ഷെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുകയാണ്. കറി ചൂടായി തിളയ്ക്കരുത്, ഒന്ന് സ്റ്റീം പൊങ്ങുന്നിടം വരെ ചൂടാക്കിയാൽ മതി. ഇതിൽ ഞാൻ 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. ഇതിലും നീണ്ടിരിക്കണമെന്നുണ്ടെന്ന് വരികിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് നീട്ടിയെടുക്കുക. ഇനി സ്റ്റവിൽ നിന്നും മാറ്റി കടുക് താളിക്കുകയാണ്. കടുക് താളിക്കുന്നതിന് ഈ തവയിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടായി 1 ടീസ്പൂൺ കടുകാണ് ഇടുന്നത്. 2 ഉണക്കമുളക് മുറിച്ചത്, 2 തണ്ട് കറിവേപ്പില,
സാധാരണ കടുക് പൊട്ടിച്ച് കഴിച്ച് ചേർത്താൽ ഉടനെ അടപ്പിട്ട് മൂടി വെച്ചിട്ട് നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോഴാണ് ഇളക്കി എടുക്കുന്നത്.